പ്രിയമുള്ളവരെ, നമസ്കാരം. മുസ്തഫ കുന്നത്താണ്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഈ യുദ്ധത്തിൽ ആര് ജയിക്കും, ആര് പരാജയപ്പെടും എന്നുള്ള ഉത്കണ്ഠ എല്ലാവർക്കുമുണ്ട്. ഇറാന്റെ വിജയമാണ് ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത്. അത് ഇറാൻ എന്ന രാജ്യമോ അവിടുത്തെ മതവിഭാഗമോ നമുക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ടല്ല, മറിച്ച് ലോകത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്ന രണ്ട് രാക്ഷസന്മാരുടെ പതനം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ലോകത്ത് ഇന്നേ വരെ സംഭവിച്ചു കഴിഞ്ഞ എല്ലാ മനുഷ്യ ഗുരുതികൾക്ക് മുൻപിലോ പിറകിലോ ആയി ഇസ്രായേൽ ഉണ്ട് എന്നതാണ് നഗ്നമായ യാഥാർത്ഥ്യം. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ശരിയാണെങ്കിൽ സൗദി അടക്കം പല ഗൾഫ് രാജ്യങ്ങളിലെ പല സുപ്രധാന കേന്ദ്രങ്ങളെയും ആക്രമിച്ചത് ഇസ്രായേലിന്റെ മൊസാദ് എന്ന തെമ്മാടിക്കൂട്ടമാണ്. ഇറാൻ അടിച്ചതായി കരുതി അവരാരെങ്കിലും തിരിച്ച് ഇറാനെ ആക്രമിച്ചിരുന്നെങ്കിൽ ഈ ചെകുത്താന്മാരുടെ സൂത്രപ്പണി ഫലവത്തായനെ. ഇതുപോലെ തന്നെയാണ് പലപ്പോഴായി അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളിൽ ഭീകരാക്രമണം നടത്തി ഇസ്ലാമിന്റെ തലയിൽ കെട്ടിവെച്ച് പല രാജ്യങ്ങളെയും ഇസ്ലാമിനെതിരെ തിരിച്ചത്. ഇസ്രായേൽ നാമാവശേഷമായാൽ അമേരിക്ക പരാജയപ്പെട്ട് പത്തി താഴ്ത്തും. അവർ രണ്ടുപേരും വീണാൽ ലോകത്തിന് സമാധാനത്തിന് സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ്, കാരണം അവർ വിതച്ച വിത്തുകൾ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളിലും മുളച്ചു പൊങ്ങിയിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനിൽ തരികിട നടത്തിക്കൊണ്ടും പ്രക്ഷോഭങ്ങൾക്ക് ഫണ്ട് നൽകിക്കൊണ്ടും പല രാജ്യങ്ങളിലുമുള്ള ഭരണാധികാരികളെ പ്രതിഷ്ഠിച്ചത് അവരാണ്. വിദ്യാഭ്യാസത്തിൻ്റെയോ വിജ്ഞാനത്തിൻ്റെയോ പക്വതയും പാകതയും ആർജിച്ച ഭരണ നിപുണതയുടെയോ വഴിത്താരകൾക്കരികിൽ പോലും സഞ്ചരിക്കാത്ത മോദി പോലും അവരുടെ കളിപ്പാവയാണല്ലോ എന്നോർത്ത് വ്യസനിക്കുന്നവർ ഈ യുദ്ധത്തിൽ ഇറാനെയല്ലാതെ മറ്റാരെ പിന്തുണക്കും? നന്ദി, നമസ്കാരം.